मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഗാർഡൻ ആകെ വൃത്തികേടായി കിടക്കുവാണല്ലോ. എന്റെ പുതിയ ഷൂവിന്റെ കളറാണ് യെല്ലോ. ആഹാ, എന്റെ തോട്ടത്തിൽ പുതിയ പൂ വിരിഞ്ഞല്ലോ. അടി കൈ. ആഹാ, വളരെ മനോഹരമായിട്ടുണ്ട്. താങ്കളുടെ ഗാർഡൻ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് ഖന്ന സാറേ. നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ കിറ്റിക്കെതിരെ ഇങ്ങനെ പച്ച പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നേ. ഇന്നലെ എന്റെ അമ്മാവൻ ഡെറാഡൂണിൽ നിന്ന് പോന്നു. ഹണിയെയും നമ്മൾ ഇതാ പറ്റിച്ചിരിക്കുന്നു. അടി കൈ. ഹലോ മിസ് കാറ്റ്കർ. ഇതെന്താ, രണ്ട് കിറ്റിയാണോ? അത് കിറ്റിയല്ല, ചെടിയുടെ ഡിസൈനാണ് അനിയ. ഞങ്ങളുടെ ഗാർഡനർ ഉണ്ടാക്കിയതാ. ഓ, താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ താങ്കളുടെ ഗാർഡനറെ ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വിടാവോ? ഞങ്ങൾക്കും ഞങ്ങളുടെ ഗാർഡൻ ഇതുപോലെ ഭംഗിയുള്ളതാക്കണം. തെറ്റിദ്ധാരണകൾ നമുക്ക് തന്നെ സ്വയം തിരുത്താം. അയാളെ ഞാൻ ഇന്ന് തന്നെ വിളിച്ചു വരുത്താം. അടി കൈ. ആദ്യം ഖന്ന സാറേ അയാളെ വിളിച്ചു വരുത്ത്, അതിനുശേഷം കൈയടിക്കാം. സംശയമുണ്ടോ? നിങ്ങൾ ആരാണ്? ഗ്രീൻ റാഡ്. ട്രാഫിക് സിഗ്നൽ വന്നിരിക്കുന്നു. ഗ്രീനും പിന്നെ റെഡും ഉണ്ട്. ഈ യെല്ലോയിന് എന്താ കൂടെ ചേർക്കാത്തെ? നിങ്ങൾ ആരാണ്? My name is Green Rad. അതെന്താ ഈ ഗ്രീൻ റെഡ്? Actually, my mother put this name. എന്റെ അമ്മയാണ് എനിക്ക് ഈ പേരിട്ടത്. ഇപ്പൊ മനസ്സിലായോ? പിന്നെ മിസ്റ്റർ ഖന്ന മൈൻ മീ. മൈൻ മീ എന്ന് വെച്ചാല്? മിസ്റ്റർ ഖന്നയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന്. എനിക്കിപ്പോ മനസ്സിലായി. മൈനെന്ന് ഉദ്ദേശിച്ചത് അയച്ചതായിരിക്കും അല്ലേ? ഓ, അപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് മിസ്റ്റർ ഖന്നയാണല്ലേ? യെസ് മാഡം. ദേ നോക്കൂ, എന്റെ ഗാർഡനും ഖന്ന സാറിന്റെ ഗാർഡൻ പോലെ ഭംഗിയാക്കി തരണം. നിങ്ങളുടെ പേരെന്താണ്? ഗ്രീൻ റാഡ്. ഗ്രീൻ റെഡ്. അത് വന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു. നല്ല കളർഫുൾ ആയ പേരാണല്ലോ ഇട്ടിരിക്കുന്നത്. അത് പിന്നെ ഗാർഡൻ വിൽ ബി മേക്ക് മീ ഹാൻസം ലൈക്ക്. ഇദ്ദേഹം പറയുന്നതേ ഇദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ഗാർഡനും ഭംഗിയാക്കി തരുമെന്ന. ഓക്കെ ഓക്കെ, വേഗം ജോലി തുടങ്ങിക്കോളൂ. ഫസ്റ്റ് മണി സ്റ്റോക്ക്, അറ്റ് ലാസ്റ്റ് മെൻവാർ, സെക്കൻഡ് ജൂൺ കഞ്ഞി. അതെന്താണ് സെക്കൻഡ് ജൂൺ എന്ന് പറഞ്ഞത്? പറഞ്ഞിരുന്നതേ ഓരോ മനുഷ്യനും മാസം തോറും പണിയെടുക്കുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടാണെന്നാണ്. പക്ഷെ ഹണി, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അതായത് യു നോ മണി ബ്രേക്ക്ഫാസ്റ്റ് റേഷൻ. പൈസ കൊടുത്താലേ റേഷൻ കിട്ടുമെന്നാ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കാശിനെ കുറിച്ച് ആലോചിച്ച് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. വേഗം ജോലി തുടങ്ങിക്കോളൂ. പോകൂ കുട്ടികളെ, നിങ്ങൾ പോയി വേഗം ഈ റെഡ് ഗ്രീനെ, ഓ സോറി ഗ്രീൻ റെഡിനെ ജോലിയിൽ സഹായിക്കാൻ നോക്കൂ. പോകൂ. ഈ വഴിക്ക് വരലെന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടോ? ആ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായതാ, കാരണം എളുപ്പമായിരുന്നു. അല്ല ഗ്രീൻ റെഡ്, നിങ്ങൾ ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യൂ. പിന്നല്ലാതെ നെവർ ഗെറ്റ് നെഗ്ലക്ട്. പറഞ്ഞത് മനസ്സിലായോ? കഠിനാധ്വാനി ഒരിക്കലും പരാജയപ്പെടില്ല, അതാ അതിന്റെ അർത്ഥം. എന്റെ അമ്മേ, താൻ എന്താ ഈ കാണിച്ചത്? താൻ ചെടി മുറിക്കാൻ വന്നാണോ അതോ എന്റെ മുടി മുറിക്കാൻ വന്നാണോ? ഇനിയിപ്പോ കൊച്ചളീന് സലൂണിൽ പോയി കാശ് കളയേണ്ട ആവശ്യം വരില്ല.
ഇയാള് നമ്മളെ ബുദ്ധിമുട്ടിക്കാണല്ലോ. മേഡത്തിന്റെ മുമ്പിൽ ഒരു നല്ലവനെ പോലെ അഭിനയിക്കായിരുന്നു. This is more fun for eating, more for show. അതിന്റെ അർത്ഥം എന്താണ്? രാവിലെ കഴിച്ചതെന്തോ അയാളുടെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യം ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു ഗ്രീൻ റെഡ്. നിങ്ങൾ എന്റെ ഗാർഡൻ വളരെ മനോഹരമാക്കി തന്നു. Thank you, madam. Thank you. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇനി പറയൂ, കാശ് പെർ ഡേ വേണോ അതോ മന്ത്ലി മതിയോ? Per day, but give me 1,000 rupees for pull and insect the killer. Please. കണ്ടിട്ടെന്തോ പന്തികേടുള്ളത് പോലെ ഇയാളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ചേട്ടാ, ഈ പൂക്കള് പുതിയ ഇറക്കുമതിയാ. എല്ലാം നല്ല ഫ്രഷ് ആണെന്നേ. ഒരെണ്ണത്തിന് 100 രൂപയാണ് വില. I take one item, പക്ഷെ only 50 rupees. അയ്യോ, പറ്റില്ല ചേട്ടാ. ആ പറഞ്ഞ വില വളരെ കുറവാണ്. This is not without bargain time. വില പേശാൻ എന്റെ കയ്യിൽ ടൈം ഇല്ല. 50 രൂപയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ താ. അത് ഓക്കെ, ശരി. എന്നാലും ഒരു 50. ഇത്രയും ഒരുമിച്ച് മേടിച്ചതല്ലേ, ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നൂടെ എനിക്ക്. ദാ. കൊച്ചളിയെ സംശയിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. ഇയാള് മേഡത്തിന്റെ കാശ് ലാഭിക്കാനല്ലേ നോക്കിയത്. ഓ, ഇപ്പോൾ ഈ ഗാർഡൻ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഇവിടെ ചുമന്ന പൂക്കൾ കൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. യെസ് മാഡം, യെസ്. ആക്ച്വലി ഗാർഡൻ കാണുമ്പോൾ എന്റെ ഹൃദയം പോലും ഗാർഡനായി ഇരിക്കുന്നത്. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മാഡം. സത്യത്തിൽ എന്റെ പേടി മാഡത്തിന് റെഡ് ഡിസൈൻ ഇഷ്ടപ്പെടുമോ എന്നതായിരുന്നു. ഒരെണ്ണത്തിന് 100 രൂപയാ വില. ഇയാള് മേഡത്തിനോട് കള്ളമാണ് പറയുന്നത്. ഇയാൾ ഇതൊക്കെ 50 രൂപയ്ക്കല്ലേ വാങ്ങിയത്? നമുക്ക് മേഡത്തോട് പറയാം. സംശയമുണ്ടോ? ഒരു പ്രയോജനമില്ല. ആ കച്ചവടക്കാരന് ഇയാളുടെ ഭാഗത്തെ നിൽക്കൂ. അയ്യോ മാഡം, 200 give me more. മൊത്തത്തിൽ 1000 രൂപയുടെ പൂക്കളുണ്ട്. പിന്നെ ഈ പുല്ലുകൂടെ ചേരുമ്പോ 2000 രൂപയായി. ഓഹോ, ദാ, ഈ 1000 രൂപ കൂടി ഇരിക്കട്ടെ. എന്റെ ഈ ഗാർഡന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകരുത്. ഇയാളെ നമ്മുടെ മേഡത്തിനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇയാള് മിക്കവാറും എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. പക്ഷേ എങ്ങനെയാണ്? അതിനുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇയാളെന്നെ തല്ലാൻ വരെയാണ്. രക്ഷിക്കണേ, ആരെങ്കിലും വാ. അയ്യോ, ആരെങ്കിലും ഷെയ്ക്കിനെ ഒന്ന് രക്ഷിക്കണേ. നാളെ മുതൽ ശക്തമായ മഴ പെയ്തേക്കാം. ഈ ഷേക്കിനെ ഞാൻ ഇപ്പൊ തന്നെ രക്ഷിക്കാം. അടികൈ. നിങ്ങൾ എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാശ് തരാം. പച്ചക്കറി ചന്തയിൽ നിന്നാ വാങ്ങിക്കുന്നേ. എന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? ഈ തോട്ടക്കാരൻ കാരണം നീ ഇത്തവണ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ തിരിച്ചു വരും ഷേക്കെ, ഓർമ്മിച്ചോ? ആ, വാ 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 വാ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ധീരൻ തന്നെയാണ്. ഇനി ഞാൻ നിന്നെ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. എന്റെ ബോഡി ഗാർഡായിട്ട് ഞാൻ മാറ്റും. മാസ ശമ്പളം 10,000 ദിനാറായിരിക്കും. 10,000 അനാറോ? എടോ, അനാറെന്നല്ല ദിനാറെന്നാ പറഞ്ഞ. സംശയമുണ്ടോ? അത് കുറവാണെങ്കിൽ 20,000 ദിനാർ തരാൻ ഞാൻ പറഞ്ഞ വാക്കുകൾ മാറ്റാറില്ല.
പക്ഷേ ഷേഖ് സാറേ ഇത് ബോഡി ഗാർഡൊന്നുമല്ല, വെറും ഗാർഡനർ ആണ്. വാ 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 വാ, എന്റെ കൊട്ടാരത്തിൽ ഗാർഡനുമുണ്ട്. അതിനുവേണ്ടി 10,000 ദിനാർ ഞാൻ എക്സ്ട്രാ കൊടുക്കും. വൺ വേ ടു ബാർ, ഒരേ സ്ഥലം 2 ജോലികൾ. ഐ ആം റെഡി. തനിക്ക് ഞങ്ങളുടെ മാഡം തന്ന ജോലി കളഞ്ഞിട്ട് എങ്ങനെ പോവാൻ സാധിക്കും? മണി എത്ര ഗീവ് യു അത്ര ഞാൻ വർക്ക് ഹിയർ. ഇനി നോ മണി നോ വാർ. എന്താ? ഞാൻ ഇനി ഷെയ്ഖ് സാറിന്റെ ഗാർഡനറാണ്. വാ 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 വാ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ. മിന്നലുള്ളപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല്ലേ. ഇത് നമ്മുടെ ഹണി ബണിയല്ലേ, ഹണി കൈ. ഓ ഹണി ബണി, എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മാഡം, ഈ റെഡ് ഗ്രീൻ ഒരു ചതിയനാണ്. മറ്റുള്ളവരെ പറഞ്ഞു മയക്കി ഇയാൾ പറ്റിക്കുകയാണ്. ഇയാൾ ഈ പൂക്കളൊക്കെ വാങ്ങിയത് വെറും 50 രൂപയ്ക്കാ. ബാക്കി പുല്ല് ഫ്രീ ആയിട്ടും. എന്നിട്ട് മാഡത്തിന്റെ കയ്യിന്ന് ഒരുപാട് പൈസയും വാങ്ങി. സംശയമുണ്ടോ? മറ്റുള്ളവരെ ഇങ്ങനെ പറ്റിക്കാൻ തനിക്ക് നാണമില്ലേ? വേഗം പുറത്തു പോ. ഇന്നാണെങ്കിൽ നല്ലൊരു സുദിനം. ഇനി എന്റെ വീട്ടിലും വേണ്ട തന്റെ സേവനം. അടി കൈ. ഞങ്ങളുടെ ഗാർഡൻ ഞങ്ങൾ തന്നെ ഇനി സുന്ദരമാക്കും. അതിനി ആരുടെ സഹായം വേണ്ട. മനസ്സിലായില്ലേ?